പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് എപ്സൻ്റെ M2050 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ നമ്മുടെ പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. മോണോക്രോമാണ്, അതേപോലെ വൈഫൈ ഉണ്ട്, സ്കാനിങ് ഉണ്ട്, കോപ്പി ഉണ്ട്, പ്രിൻറ്റിംഗ് ഉണ്ട്, അതേപോലെ എതർനെറ്റ് പോർട്ട് വരുന്നുണ്ട് ഈ മോഡലിന്. നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും യൂസർ മാനുവലാണ്. എൻ്റെ ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ഈ മോഡൽ പ്രിൻ്ററിന് ഡ്രൈവർ CD കൂടെ വരുന്നില്ല. കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് ഓൺലൈൻ വഴി നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ ഇങ്ക് ബോട്ടിൽ ആൻഡ് പവർ കേബിൾ, USB കേബിൾ എല്ലാം വരുന്നത്. 005 സീരീസ് ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് ഉപയോഗിക്കേണ്ടത്. അതോടെ കൊടുത്തിട്ടുണ്ട്. ഇനി തെർമോകോൾ പീസുകൾ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം പ്രിൻ്റർ നേരെ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. ഇതാണ് പവർ കേബിൾ വരുന്നത്, അതും ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇനി നേരെ ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യാം. ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിപടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പ്രിൻറ്റിങ്ങിൻ്റെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ആക്കുകയല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അതിന് മുമ്പ് ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ആ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അതിനു മുമ്പ് ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഒരു ഇങ്ക് ബോട്ടിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മോഡൽ പ്രിൻ്ററിന് 005 സീരീസ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസിൻ്റെ ഇങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇങ്ക് വാങ്ങേണ്ട കോഡ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ബോട്ടിലിൻ്റെ ഈ പാക്കിംഗ് ഒഴിവാക്കുക. അതിനുശേഷം ടോപ്പ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ബോട്ടിൽ എടുത്തിട്ട് നേരെ ടാങ്കിലേക്ക് ഇതേപോലെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ലീക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ഇങ്ക് ലെവൽ ഇവിടെ കാണാൻ വേണ്ടി ടാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗം ട്രാൻസ്പെറൻ്റായി കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യാനായോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് നോക്കിയിട്ടാണ്. അവിടെ ഒരു താഴെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്ക് എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ക് പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കാലിയായിട്ടുണ്ട്, ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇവിടെ താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബോട്ടിൽ മാറ്റി വെക്കുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും USB കേബിൾ ഈ സമയത്ത് കണക്ട് ചെയ്യരുത്. നേരെ പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് പിറകുവശത്താണ് പവർ പോർട്ട് വരുന്നത്. ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രിൻ്റർ ഓൺ ആക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ പ്രിൻ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആവാനൊന്നും പാടില്ല. അതുകൊണ്ട് ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇവിടെ നോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. വീണ്ടും ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ക്യാൻസൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രിപ്പയറിംഗ് എന്നുള്ളൊരു സ്ക്രീനിലൊരു മെസ്സേജ് വരും. അത് കുറച്ച് നേരം ഉണ്ടാവും. അതുവരെ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം സ്ക്രീനിലൊരു നെക്സ്റ്റ് ഒരു മെസ്സേജ് തെളിഞ്ഞു വരുന്നതാണ്. യെസ്, ഇങ്ങനൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ കൊടുത്ത് കറക്റ്റ് ഇവിടെ നമ്മൾ ഓരോരോ സിമ്പിൾസ് കൊടുത്ത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടൺ കൊടുക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ല, ആ ഒരു ബട്ടൺ 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടാവും. അത് കഴിയോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും. ഇതിൻ്റെ അർത്ഥം നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. നെക്സ്റ്റ് വരുന്ന മെസ്സേജ് നമ്മൾ അത്ര കാര്യമാക്കേണ്ടതില്ല. ഇതേപോലെ കോപ്പി മോഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻറ്റിങ്, സ്കാനിങ്, അതേപോലെ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.